നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അതൊരു പഴയ വീടായിരിക്കാം. അപ്പോൾ പഴയ വീടുള്ളവർ അത് പൊളിച്ചിട്ട് പുതിയ വീട് വെക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വീടുള്ളവർക്ക് തന്നെ അവരുടെ മക്കൾക്ക് വീട് വെക്കേണ്ടി വരും. പലരും വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്, അവർക്കും പുതുതായിട്ട് വീട് വെക്കേണ്ടതായിട്ട് വരും. ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത ശൈലി മാറുന്നതിനനുസരിച്ച് വീടിൻ്റെ മോഡലുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പുതിയ വീടാണെന്ന് പറഞ്ഞാൽ തന്നെയും അത് പൊളിച്ചിട്ട് അടുത്തൊരു മോഡൽ വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്തു തന്നെ ആയാലും വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീട് പണി കോൺട്രാക്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാശ് ലാഭിക്കാം. വീട് പണി ഏൽപ്പിക്കുന്നതിന് പ്രധാനമായും 3 തരം കോൺട്രാക്റ്റുകളാണ് ഉള്ളത്. ഫുൾ കോൺട്രാക്റ്റും ലേബർ കോൺട്രാക്റ്റും സിമൻറ്റ് മണലും ഒഴികെ ബാക്കി മുഴുവൻ കോൺട്രാക്റ്റ് നൽകുന്ന രീതിയും ഫുൾ കോൺട്രാക്റ്റിന് ഫ്ലോറിങ്, ഇലക്ട്രിക്, പ്ലംബിങ് തുടങ്ങിയ ഫിനിഷിംഗ് ജോലികൾ ഉൾപ്പെടെ. ഫിനിഷിങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കനുസരിച്ച് ചെലവിൽ വ്യത്യാസം വരാം. എന്നാൽ ലേബർ കോൺട്രാക്റ്റിന് താരതമ്യേന ചെലവ് കുറവായിരിക്കും. മൂന്നാമത്തെ കോൺട്രാക്റ്റ് രീതിയിൽ ഇത് രണ്ടിനും ഇടയിലുള്ള തുക ചെലവാകും. ഫുൾ കോൺട്രാക്റ്റിൽ വീട്ടുടമസ്ഥന് അധികം തലവേദനയില്ല. സാധനങ്ങൾ എടുക്കുന്നതെല്ലാം കോൺട്രാക്ടർ ആണ്. എന്നാൽ ചില നിർമ്മാണ സാമഗ്രികൾക്ക് പകരം മറ്റ് ചിലത് ഉപയോഗിക്കാനോ എന്തെങ്കിലും പ്രത്യേക ബ്രാൻഡ് ഉപയോഗിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അവ കൃത്യമായി കോൺട്രാക്റ്റിൽ കാണിച്ചിരിക്കണം. ലേബർ കോൺട്രാക്റ്റ് ആണെങ്കിൽ നിർമ്മാണ സാമഗ്രികളെല്ലാം വീട്ടുകാർ തന്നെ വാങ്ങി നൽകണം. മാത്രമല്ല കൃത്യമായ മേൽനോട്ടവും വേണം. ഇതിന് സമയമില്ലാത്തവർക്ക് ഫുൾ കോൺട്രാക്റ്റ് തന്നെയാണ് ഉചിതം. ഫുൾ കോൺട്രാക്റ്റ് കൊടുത്താലും ഉടമസ്ഥൻ്റെ മേൽനോട്ടമില്ലെങ്കിൽ വീടിന് ബലക്ഷയം ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാം. സാമഗ്രികൾ ഉൾപ്പെടെ കോൺട്രാക്റ്റ് നൽകുന്നതിലും 2 രീതികളുണ്ട്. സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന കണക്കിൽ ഓരോ നിർമ്മാണവും പൂർത്തിയാക്കുമ്പോൾ അളവെടുത്ത ശേഷം സ്ക്വയർ മീറ്ററിനോ ഘനമീറ്ററിനോ ഇത്ര രൂപ എന്ന നിരക്കിലോ നൽകാം. ലേബർ കോൺട്രാക്റ്റിൽ ഓരോ നിർമ്മാണവും അളന്ന ശേഷവുമാണ് പണം നൽകുക. പണിക്കാർ മികച്ചതാണെന്ന് ഉറപ്പുവരുത്തുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. വിശ്വസ്തരായ നാടൻ പണിക്കാർ പരിചയത്തിലുണ്ടെങ്കിൽ അവരെ പരമാവധി ജോലികൾ ഏൽപ്പിക്കാം. അപ്പോൾ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ഇത്രയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.